ഇതേതാ സ്ഥലമെന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മെട്രോ കണ്ടാൽ കത്താതിരിക്കുമോ? കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൊച്ചിയിൽ പോയായിരുന്നു. കുറച്ച് നാളുകളായി വേണോ വേണ്ടയോ വേണോ വേണ്ടയോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിനൊടുവിൽ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നത് നിങ്ങൾ തപ്നിയിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. എറണാകുളം പോലൊരു ടൗണിന്റെ നടുക്ക് ഇത്രയും ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലം ചെറിയൊരു കൗതുകമല്ലേ? എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് വിഷ്ണു. വിഷ്ണു ഇന്ന് കുറച്ച് ടെൻസ്ഡ് ആണ്. കാരണം നമ്മൾ കൊച്ചിയിൽ വന്നിരിക്കുന്നത് വിഷ്ണുവിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയാണ്. നമ്മുടെ കൂടെ രണ്ടാൾക്കാരോട് ഉണ്ട് കേട്ടോ. ഇത് വിഷ്ണുവിൻ്റെ ഫ്രണ്ടാണ്, ഇതും ഒരു വിഷ്ണുവാണ്. പിന്നെ നമ്മുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു. 9 മണിക്കായിരുന്നു നമുക്ക് അപ്പോയിൻമെൻറ്റ്. എറണാകുളത്തെ ബ്ലോക്കിൻ്റെ കാര്യം പറയണ്ടല്ലോ. ചെന്നപ്പം 9:30. മറൈൻ ഡ്രൈവിൻ്റെ അടുത്താണ് നമ്മുടെ ഹെയർ ക്ലിനിക്ക് വരുന്നത്. ആതിര ഗോൾഡ് ആൻഡ് സിൽക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ബിൽഡിങ്. ലാ ഡെൻസിറ്റ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. നമ്മൾ ചെന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും കയറുന്നതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് കാലത്തെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ റിസർച്ചിനൊടുവിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നൊരു ഡിസിഷനിൽ എത്തിയത് വിഷ്ണു. അതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഒരുപാട് ടെൻഷനും മുഖത്തോട്ടായിരുന്നു. വലിയൊരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു ഇത്. 2 സ്റ്റേജസ് ആയിരുന്നു. ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള ഹെയർ ഡ്രാഫ്റ്റ്സ് എടുത്തു കഴിഞ്ഞുള്ള സ്റ്റേജാണിത്. ഇപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കിയതാണ്. പേഷ്യൻസിന് വേണ്ടിയുള്ള ഫുഡ് ക്ലിനിക്കിൽ നിന്ന് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഡ്രാഫ്റ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഒരു 4-5 മണിക്കൂർ എടുത്തു. ഞങ്ങൾ നിന്നും ഇരുന്നും എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സന്ധ്യയായിരുന്നു. ക്ലിനിക്കിന് അടയ്ക്കാറേ ഒരു 6-6:30 ആയിരുന്നു. കുറച്ച് മെഡിസിൻസ് ഒക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു ഇതിന് ശേഷം കഴിക്കാനുള്ളത്. അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് കോട്ടയത്തോട്ട് പോരുവാണ്. വിഷ്ണുവിന് അത്യാവശ്യം നല്ല പെയിനും അനസ്തേഷ്യയുടെ ക്ഷീണവും ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പയ്യാണ് വണ്ടി ഓടിച്ചിങ്ങ് പോകുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ബാൻഡേഡ് റിമൂവ് ചെയ്യാൻ പോവാണ്. പേടിയുണ്ട് വിഷ്ണു? ഇവിടെയൊക്കെ സ്പ്രേ ചെയ്യണം. ബാൻഡേഡ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ ഇത് ഇനി അവരൊരു ക്രീം തന്നിട്ടുണ്ട്. അത് നമുക്ക് രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കൂന്ന് അവർ ഹെയർ എടുത്തേക്കുന്നതെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഓരോരോ പോർസ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മുടികൾ അങ്ങനെ ആ രീതിയിലാണ് അവർ എടുത്തേക്കുന്നത്. ഇന്നത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ് ക്ലീൻ ചെയ്യാനുണ്ട്. ഡേ 3 ആണ്. ചെറുതായിട്ട് മുടിയൊക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ടൊക്കെ എടുത്ത വീഡിയോ ക്ലിപ്സ് ഒക്കെയാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിലുള്ള ലാ ഡെൻസിറ്റ, മറൈൻ ഡ്രൈവിലുള്ള ലാ ഡെൻസിറ്റ എന്ന ഹോസ്പിറ്റലാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. നമ്മളൊരു 6 months മുന്നേ അവിടെ പോയി കൺസൾട്ട് ചെയ്തായിരുന്നു. അപ്പം അപ്പോഴേ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അപ്പം നമുക്ക് അവർ കുറച്ച് മെഡിസിൻസ് തരുവാണ് ചെയ്തത്. മുടി കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടി കുറച്ച് മെഡിസിൻസ് ഒരു 6 മാസത്തേക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ 6 months കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ഇനി എന്നത്തേക്കാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ഡേറ്റ് തന്നു. അത് നമുക്ക് പറഞ്ഞത് ഏപ്രിൽ 10 അല്ലേ? ഏപ്രിൽ 10 ആയിരുന്നു. അന്നത്തെ ആ ദിവസത്തിന് ഒരു കുറച്ച് ദിവസം മുന്നേ ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട്സ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് ഡോക്ടറിനെ കണ്ടു, റിപ്പോർട്ട്സ് ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ മുടിയുടെ അവർ മെഷർ ചെയ്ത് ഒരു എന്താ പറയാ മുടി മാർക്ക് ചെയ്തു. അപ്പൊ ഞാനിത് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാമെങ്കിൽ ഇതിന്റെ സൈഡിൽ ആഡ് ചെയ്യാം. അവർ മാർക്ക് ചെയ്തതിന്റെ ഫോട്ടോസേ ഉള്ളൂ, വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അവർ തന്നെ എടുത്ത ഫോട്ടോസ് ആണ്. അങ്ങനെ മാർക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 10:30 ആയപ്പം ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി തിയേറ്ററിനകത്തോട്ട് കയറ്റി. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്നും കണ്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചോദിച്ചറിയുക ചെയ്തത്. ഇന്നിപ്പം ഇത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം കഴിഞ്ഞു. കുറച്ച് സംസാരിക്കാൻ അവർ പറഞ്ഞത്. ഒരുപാട് മസിൽസ് ഒന്നും അങ്ങനെ മൂവ് ചെയ്യേണ്ട, മുഖത്തൊക്കെ ആണെങ്കിലും പെയിൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വീഡിയോ എടുക്കാന്ന് വെച്ചാണ് ഇന്ന് എടുത്തത്. ബാക്കി തിയേറ്ററിനകത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ വിഷ്ണുവിനോട് ചോദിക്കാം. ആദ്യമേ നമ്മളെ മുടി മുഴുവൻ ട്രിം ചെയ്യുവാണ് അവരാദ്യം ചെയ്ത്. ഫുൾ ഈ സൈഡ് കാണുന്ന പോലെ ഫുൾ അങ്ങ് ട്രിം ചെയ്യും. ട്രിം ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഈ സർജറി ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു 5ഓളം ഡോക്ടർമാരും ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ അവർ നമ്മുടെ തലയുടെ പുറകിൽ നിന്നുള്ള ഗ്രാഫ്റ്റുകൾ, മുടിയുടെ വേരുകൾ ഉൾപ്പെടെ എടുക്കുന്ന നടപടിയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 3500ഓളം ഗ്രാഫ്റ്റ് പുറകിൽ നിന്ന് അവർ ആദ്യമേ അനസ്തേഷ്യ തരും. അനസ്തേഷ്യക്ക് ഇത്തിരി നല്ല വേദനയാണ്, അത് മാത്രമേ ഉള്ളൂ സഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ തല മരപ്പിച്ചതിന് ശേഷമാണ് മുടി പുറകിൽ നിന്ന് പിഴുത്
എടുത്ത് അവരത് മാറ്റി വയ്ക്കും. അതൊരു പ്രിസർവേറ്റീവിലിട്ടാണ് അത് വയ്ക്കും. അതിനുശേഷം നമ്മൾ ഈ മുൻഭാഗത്ത് ഇവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഭാഗത്ത് മുടി നമുക്ക് വെച്ച് തരാമെന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഭാഗത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കും. അതിനെല്ലാം ഓരോ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തലയിൽ എന്നുള്ള ഒച്ച കേൾക്കും. ഇങ്ങനെ ചെറുതായിട്ട് തുളയ്ക്കുക. ചെറിയ സുഷിരങ്ങൾ ഇട്ടതിന് ശേഷം ഈ നമ്മൾ ഈ അടർത്തിയെടുത്ത മുടി ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊന്നും നമ്മുടെ കണ്ണൊക്കെ ഫുൾ കെട്ടി വെച്ചിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടെല്ലാം നമുക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആണ് ഒത്തിരി നല്ല രീതിയിലാണ് അവരത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മുടിയെല്ലാം നമുക്ക് പറഞ്ഞ പോലെ അവർ വെച്ച് തരും. ഭയങ്കര ബുദ്ധിമുട്ടാണ് 2 ദിവസം. അത് അനസ്തേഷ്യ തലയ്ക്കല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിടുത്തം വിടാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ഹാപ്പിയാണ്. മുടി പെട്ടെന്ന് വളർന്നു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. നമ്മളെ ഒരു 5-6 വർഷം നമ്മളെ പുറകോട്ട് കൊണ്ടുപോകായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ ഹെയർ വാഷിന് ചെല്ലണം. അങ്ങനെ ഞങ്ങൾ അടുത്ത മൺഡേ ആണ്, 21st ആണ് ചെല്ലാൻ പറഞ്ഞിരുന്നത്. അതിന്റെ ബാക്കിയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മുന്നിൽ അവർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹെയർ ഒക്കെ അപ്പം മാറ്റിയിട്ട് അത് കഴുകുമ്പോൾ അതൊക്കെ പോകുമായിരിക്കും അല്ലേ. പോയിട്ട് വേറൊരു രീതിയിൽ പുതിയ ഹെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാവേ. ഓക്കെ.